സൗദി അറേബ്യയിലെ ത്വായിഫിൽ വാഹനാപകടത്തിൽ 2 മലയാളികൾ മരിച്ചു. മലപ്പുറം രാങ്ങാട്ടൂർ സ്വദേശികളാണ് മരിച്ചത്. ഖത്തറിൽ നിന്ന് എത്തിയ ഇവർ ഉംറ കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. വിവരങ്ങളുമായി ടി ജമാലുദ്ദീനാണ് ചേർന്നത്. ജമാൽ, എപ്പോഴായിരുന്നു അപകടം? അക്ഷയ്, ഇന്നലെ രാത്രി 8 മണിയോടെയാണ് തായിഫിൽ നിന്ന് റിയാദിലേക്കുള്ള എക്സ്പ്രസ് ഹൈവേയിൽ ഏതാണ്ട് ദലം എന്ന സ്ഥലത്ത് വെച്ച് ഈ അപകടമുണ്ടായത്. ഈ അപകടത്തിൽ 2 പേരാണ് മരിച്ചത്. മലപ്പുറം തിരൂർ രാങ്ങാട്ടൂർ നടുവട്ടം തെക്കേപ്പിടിക്കൽ അബ്ദുൽ ലത്തീഫിന്റെ ഭാര്യ രഹന, മൂത്ത മകൾ ഡോക്ടർ നഹല നർമിൻ എന്നിവരാണ് മരിച്ചത്. ഈ കുടുംബം ഖത്തറിൽ നിന്നെത്തി സൗദിയിൽ എത്തിയതായിരുന്നു. ഉംറ നിർവഹിച്ച് മടങ്ങവെയാണ് ഈ തായിഫിൽ വെച്ച് അപകടം ഉണ്ടായത്. ഇതിൽ വാഹനത്തിലുണ്ടായിരുന്ന അബ്ദുൽ ലത്തീഫ്, അതുപോലെ തന്നെ ഇവിടെ 2 പെൺമക്കൾ, ഒരു പേരക്കുട്ടി എന്നിവർക്ക് പരിക്കുകൾ ഉണ്ട്. റോഡിലൂടെ പറന്നു വന്ന ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇവരുടെ വാഹനത്തിന്റെ മുൻവശത്തെ ഗ്ലാസിൽ പതിക്കുകയും ഇതോടെ കാഴ്ച മറിഞ്ഞ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നാണ് അറിയുന്നത്. ഈ ദീർഘകാലമായി ഖത്തറിൽ പ്രവാസിയായ അബ്ദുൽ ലത്തീഫ് ഇവിടെ ഒരു പെട്രോ കെമിക്കൽ കമ്പനിയിൽ ഉദ്യോഗസ്ഥനാണ്. ഈ അപകടത്തിൽപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ നിലവിൽ ദലം സെൻട്രൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സാമൂഹ്യ പ്രവർത്തകർക്കെതിരെയും മറ്റു നടപടികൾക്കായി രംഗത്തുണ്ട്. ഏതായാലും 2 പേരാണ് ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. ശരി, ടി ജമാലുദ്ദീനാണ് വിശദാംശങ്ങൾ നൽകിയത്.